ഹലോ എവ്രി വൺ, കേരള ടെക് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലാസ്റ്റ് ക്ലാസ്സിൽ ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നമ്മൾ നോക്കി. സോ ഈ ഒരു സെഷനിൽ നമുക്കൊരു പുതിയ ടോപ്പിക് കവർ ചെയ്യാം. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദി ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. അതിൽ ഫസ്റ്റ് ടോപ്പിക് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ബിൽഡിംഗ്. ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഏതാണെന്ന് നോട്ട് ചെയ്യാൻ പറ്റും. ദേ ആർ ഫൗണ്ടേഷൻ, പ്ലിന്ത്, വാൾ, വിൻഡോസിൽ, ലിൻഡൽ, അങ്ങനെ റൂഫ് വരെ, അതുപോലെ സ്റ്റെപ്സ്, വാൾസ്, വിൻഡോസ്, ഡോർസ്, അങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ എല്ലാ പാർട്സും ദേ ആർ ഓൾ വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിനു മുൻപ് ഒരു ബിൽഡിങ്ങിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ എ ബിൽഡിംഗ് ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 3 units. The first one is foundation, next one plinth, then superstructure. Foundation is a lowest and artificially prepared part below the surface of surrounding, which is used to transmit the load from the superstructure, and they have direct contact with soil. സൂപ്പർസ്ട്രക്ചറിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്റ്റേണലി ഏതൊക്കെ ലോഡ് വരുന്നോ ആ എല്ലാ ലോഡുകളും ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫൗണ്ടേഷൻ എന്ന് പറയാം. സോയിലിലേക്ക് യൂണിഫോമായി എല്ലാ എക്സ്റ്റേണൽ ലോഡ്സിനെയും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഫൗണ്ടേഷൻ. Next one, plinth. It is a middle part of the structure above the surface of surrounding ground up to the surface of floor level. ഫൗണ്ടേഷൻ്റെ ഏറ്റവും ടോപ്പ് പാർട്ടിൽ നിന്ന് ഫ്ലോർ ലെവൽ വരെയുള്ള ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ പ്ലിന്ത് അല്ലെങ്കിൽ പ്ലിന്ത് ലെവൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലിന്ത് ലെവൽ അല്ലെങ്കിൽ പ്ലിന്ത് ലെവൽ അപ് ടു ദാറ്റ് പ്ലിന്ത് ലെവൽ അതുവരെയുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ബേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഫിഗറിൽ നമുക്ക് കാണാം ഇത്രയും പോർഷൻ ഫൗണ്ടേഷൻ്റെ മുകളിൽ നിന്ന് ഫൗണ്ടേഷൻ്റെ ടോപ്പ് ഫേസിൽ നിന്ന് ഫ്ലോർ ലെവൽ വരെയുള്ള ആ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ ബേസ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, സൂപ്പർസ്ട്രക്ചർ. ബേസ്മെൻറ്റിന് മുകളിൽ വരുന്ന അല്ലെങ്കിൽ പ്ലിന്ത് ലെവലിന് മുകളിൽ വരുന്ന ഹോൾ സ്ട്രക്ചറിനെയാണ് സൂപ്പർസ്ട്രക്ചർ എന്ന് പറയുക. സോ സൂപ്പർസ്ട്രക്ചറിൽ വരുന്ന ബാക്കി കോമ്പോണൻസ് ആണ് വാൾസ്, വിൻഡോസ്, ആൻഡ് ഡോർസ്, ദെൻ സിൽ ലെവൽസ്, ലിൻഡൽസ്, റൂഫ്സ്, അങ്ങനെ വരുന്ന ബാക്കിയുള്ള എല്ലാ സ്ട്രക്ചേഴ്സും നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് പറയാൻ പറ്റുന്നതാണ് സൂപ്പർസ്ട്രക്ചർ. നെക്സ്റ്റ്, ഓരോ കോമ്പോണൻസായി നമുക്ക് നോക്കാം. വാൾസ് ആൻഡ് പിയേഴ്സ്, ഗ്രൗണ്ട്, ബേസ്മെൻറ്റ് ആൻഡ് അപ്പർ ഫ്ലോർ, സ്റ്റെപ്സ് ആൻഡ് സ്റ്റെയർസ്, ഫിനിഷസ് ഓഫ് വാൾസ്, ഡോർസ് ആൻഡ് വിൻഡോസ്, റൂഫ്സ്, സിൽസ്, ലിൻഡൽസ്, വെതർ ഷെയ്ഡ്സ്. ഓരോ കോമ്പോണൻറ്റിനെ നമ്മൾ എടുക്കുമ്പോൾ അതിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ആണ് സ്ട്രെങ്ത്, സ്റ്റെബിലിറ്റി, വെതർ റെസിസ്റ്റൻസ്, ഫയർ റെസിസ്റ്റൻസ്, heat insulations, sound insulations and privacy security. Walls എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് വാൾസ്. സോ വാൾസ് ഇറ്റ് ഷുഡ് ബി വെതർ റെസിസ്റ്റൻറ്റ്. എക്സ്റ്റേണലി എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ് വാൾ. സോ വെതർ റെസിസ്റ്റൻസ് is a major factor that should be considered while the construction of a wall. വാൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഹൈലി വെതർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് വേണം നമ്മൾ വാൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ ആൻഡ് വിത്ത്സ്റ്റാൻഡ് ദി ലോഡ്സ് ഫ്രം ദി എബവ് സ്ട്രക്ചേഴ്സ്, മെയിൻലി ഫ്രം ദി upper floors. Then it should be fire resistant, heat insulation and sound insulation should also be provided, and it should also provide privacy and security. പിന്നെ ഗ്രൗണ്ട്, ബേസ്മെൻറ്റ്, അപ്പർ ഫ്ലോർസ്, ദെൻ സ്റ്റെപ്സ് ആൻഡ് സ്റ്റെയർസ് ഒക്കെ ഒരു സ്റ്റോറിൽ നിന്ന് വേറൊരു സ്റ്റോറിയിലേക്ക് ആക്സസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്റ്റെയർസ്.
ഈ സ്റ്റെയർസ് ഇപ്പോൾ നമുക്ക് ലിഫ്റ്റ്, എസ്കലേറ്റേഴ്സ് അങ്ങനെ ഒരുപാട് തരത്തിൽ നമ്മൾ പുതിയ പുതിയ ഇന്നോവേഷൻസ് ഉണ്ട്. സോ ഇതെല്ലാം ഫയർ റെസിസ്റ്റൻറ്റ് ആയിരിക്കണം. അതുപോലെ ഈസി ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വേണം നമ്മളിത് പ്ലേസ് ചെയ്യാൻ. നെക്സ്റ്റ് വൺ ഫിനിഷസ് ഓഫ് വാൾസ്. വാൾസിന് എക്സ്റ്റീരിയർ ആയിട്ട് കൊടുക്കുന്ന ഫിനിഷിംഗ് പർപ്പസിനെയാണ് നമ്മൾ ഫിനിഷസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക. സോ ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം അത്തരത്തിൽ യൂസ് ചെയ്യുന്ന ഫിനിഷേഴ്സ്. നെക്സ്റ്റ് വൺ ഡോർസ് ആൻഡ് വിൻഡോസ്. ഓപ്പണിങ്സിന് സെക്യൂരിറ്റി അല്ലെങ്കിൽ പ്രൈവസി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡോർസ് അല്ലെങ്കിൽ വിൻഡോസ് കൊടുക്കുന്നത്. സോ വിൻഡോസും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള പ്ലേസസിലായിരിക്കണം ഡോർസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. വിൻഡോസ് ഷുഡ് ഓൾസോ ബി ഫയർ റെസിസ്റ്റൻറ്റ് ആൻഡ് ഹീറ്റ് ഇൻസുലേറ്റിംഗ് ആൻഡ് വെതർ റെസിസ്റ്റൻറ്റ്. നെക്സ്റ്റ് വൺ റൂഫ്സ്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പാർട്ടായിരിക്കും ഒരു ബിൽഡിങ്ങിൻ്റെ റൂഫ്. ദാറ്റ് റൂഫ് ഷുഡ് ട്രാൻസ്ഫർ loads from the upper story to the ground floor, so they should also be stable enough, and high load carrying capacity or low distributing power should be there for a roof. Next one, sills, lintels and weather shades. Weather shades എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഡൗട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. ദേ ആർ ദി സൺഷെയ്ഡ്സ്. സിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോസിൻ്റെ ഏറ്റവും ലോവർ മോസ്റ്റ് പോർഷനെയാണ് നമ്മൾ സിൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിൻറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിങ്സിൻ്റെ മുകളിൽ വരുന്ന ഹൊറിസോണ്ടൽ ബീംസിനെയാണ് നമ്മൾ ലിൻറ്റൽസ് എന്ന് പറയുക. അതായത് ഓപ്പണിങ്സിൻ്റെ മുകളിൽ വരുന്ന ലോഡ്സിനെ ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാരി ചെയ്യാൻ ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഫെയിലിയർ ഇല്ലാതെ ആ ഒരു സ്ട്രക്ചറിനെ അങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയുള്ള സ്ട്രക്ചേഴ്സാണ് ലിൻറ്റൽസ്. നെക്സ്റ്റ് വൺ, ദ മേസൺറി. Masonry is defined as the art of construction in which building units such as clay bricks, sand lime bricks, stones, precast hollow concrete blocks, concrete slabs, combination of all these units and bonded together to form homogeneous mass in such a manner that they can withstand point as well as uniformly distributed loads. They can be classified into two, stone masonry and brick masonry. Stone masonry എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ബ്രിക്ക് മേസൺറി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തു. സോ നെക്സ്റ്റ് വൺ വി ആർ ലുക്കിംഗ് ഇൻ ടു ദ സ്റ്റോൺ മേസൺറി. സ്റ്റോൺ മേസൺറി മീൻസ് construction by stones. They are bonded together with mortar and it is termed as stone masonry. The stone masonry can be broadly classified into two, that is rubble masonry and ashlar masonry. So rubble masonry classifications nokam. The first one is uncoarse rubble masonry. This is the most cheapest and roughest and poorest form of stone masonry. Here the stones used are very much vary in their shape and size and are directly obtained from quarry. The next one is uncoarse random rubble masonry. They are weak corners and edges are removed with masons and they are generally used as points and jambs to increase the strength of masonry. Points എന്താന്ന് നമ്മൾ പഠിച്ചു. പോയിന്റ്സ് എന്ന് പറയുമ്പോൾ കോർണർ സ്റ്റോൺസിനെയാണ് നമ്മൾ പോയിന്റ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കോർണർ സ്റ്റോൺസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മേസൺറി ആണ് അൺകോസ്ഡ് റാൻഡം റബിൾ മേസൺറി. ദ നെക്സ്റ്റ് വൺ ഈസ് uncoarse squared rubble masonry. In this type, the stones are made roughly square with hammers and they are generally facing stones. The next one is coarse random rubble. Here, this type of masonry is commonly used in construction of low height walls of public buildings, residential buildings, abutments of piers and ordinary bridges. Here the stones employed are having a size of 50 to 20 centimeter. The next one is post
Square rubble. Here, the masonry is made up of hammer squared stones facing with bonded backing of uncoarse random rubble masonry. ഓരോന്നിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോന്നിൻ്റെയും ഡിസ്ക്രിപ്ഷൻ തന്നിട്ട് വിച്ച് ഇസ് എ ടൈപ്പ് ഓഫ് മേസൺട്രി എന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സോ ദ നെക്സ്റ്റ് വൺ ഇസ് ബിൽഡ് ടു റെഗുലർ കോഴ്സസ്. Here, in this, the stone masonry are having a uniform height of stones and they are placed with horizontal layers, and it should not be used for a height not less than 15 centimeter. The next one is polygonal rubble masonry. As the name indicates, in case of polygonal rubble masonry, the stones are having a polygonal shape, and the stones should be so arranged as to avoid long vertical joints. The next one is flint rubble masonry. Here, the flint stones are commonly used. The flint rubble masonry is adopted in places where flint stones are available in a more quantity. The next one is dry rubble masonry. In the ancient times, dry rubble masonry was most commonly used. They are constructed without the use of mortar. Cement mortar place ചെയ്യാതെ സ്റ്റോൺസ് പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റിൽ വെച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന മേസൺട്രി സ്ട്രക്ചേഴ്സിനെയാണ് ഡ്രൈ റബിൾ മേസൺട്രി സ്ട്രക്ചേഴ്സ് എന്ന് പറയാറ്. The next one is the second category of stone masonry. It is ashlar masonry. The ashlar masonry is very much costlier and high grade and superior quality of masonry. Here, this is built from accurately dressed stones with uniform and very fine joints of about 3 mm thickness. It is classified as ashlar fine, ashlar rough tool, ashlar rock or quarry faced, ashlar chamfered, ashlar facing, and the last one, ashlar block in course. So now let us see the tools and implements used for stone masonry. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഓരോ ടൂൾസും സ്റ്റോൺ മേസൺട്രിയിൽ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ട്രവൽ, ക്രോബാർ, ഡിപ്പർ, ജമ്പർ, ഡ്രിൽ, ഡ്രാഫ്റ്റിംഗ് ചിസൽ, പഞ്ച് ചിസൽ, പ്ലെയിൻ ചിസൽ ആൻഡ് ദ പോയിന്റഡ് ചിസൽ. വേറെയും ഒരുപാടധികം ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസ് ആണ് ഫിഗറിൽ തന്നിട്ടുള്ളത്. So now let us see in detail. The first one is trowel. It is used to lift and spread mortar with very fine or similar layers. The next one is square. It is used to make flat steel having arm about 0.5 mm long, and they can also be used to set out right angles. The next one, spirit level. It is used to measure the horizontality of surfaces. The next one, crowbar. It is used to make the stones in quarry. The next one, chisel. They are used to dress the stones. The mallet. They are wooden hammers used for driving wooden headed chisels. The next one, gauge. It is used to dress stones for sprinkles, cornice and coping. The next one, nicker. They are used to draw fine chisel lines on the stone surfaces. The next one, jumper. They are used for boring holes on stone. The last one, handsaw. They are used for cutting light stones or low weight stones. Now let us see some questions related to this topic. The first one, a building can be mainly divided into how many components? The answer is 3. നമ്മൾ പറഞ്ഞു ബിൽഡിങ്സിനെ 3 കോമ്പണൻസ് അല്ലെങ്കിൽ 3 യൂണിറ്റ്സ് ആയി ഡിവൈഡ് ചെയ്യാം. ഫൗണ്ടേഷൻ, ദ പ്ലിന്ത് ആൻഡ് ദ സൂപ്പർ സ്ട്രക്ചർ. നെക്സ്റ്റ് വൺ, DPC. ഡാം പ്രൂഫ് കോഴ്സ് ഇസ് മെയിൻലി ലേഡ് ഓൺ. ആൻസർ ഇസ് ഫൗണ്ടേഷൻ. ഡാം പ്രിവെൻഷന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് DPC. ഫൗണ്ടേഷൻ ലെവലിലാണ് ഇപ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുൻപാണെങ്കിൽ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പാസ്റ്റ് കൺസ്ട്രക്ഷൻ ബിൽഡിങ്സിനെ നമ്മൾ റിനോവേഷൻ സമയത്തൊക്കെ പ്ലിന്ത് ലെവലിലും DPC പ്രൊവൈഡ് ചെയ്യാറുണ്ട്.
Next structure constructed above doors and windows. The answer is lintel. What is the level below window is called? It is sill level. Wall is mainly of how many types? The answer is 2. The next one. Dash wall is used to resist lateral forces like severe wind. The answer is shear walls. The outer projection on the tread of a stair. The answer is nosing. Dash are structural members designed to carry and transfer transverse loads across space to support. The answer is beams. In architecture, a dash is generally the lower horizontal surface of a room or the supporting structure underneath it. The answer is floor. Dash is the topmost part of the building which provides covering to the entire assembly and the occupants. The answer is roof. The masonry adopted for stone walls less than 60 centimeters thickness. Answer uncoarse rubble masonry. The next one. The tool employed to dress stones for sprinkles, cornice and coping. The answer gauge. The instrument used to check the horizontality of surfaces, that is the spirit level. Stone masonry can be classified into dash types. 2 types, that is rubble masonry and ashlar masonry. The next one. The tool used for boring stones. The answer jump. The minimum height of each course in stone masonry 20 to 30 centimeter. Next question. A wall constructed with stones to protect slopes of cuttings in natural ground from the action of weathering agents, and it is called as the breast wall. Next, in stone masonry, stones are also placed that the direction of pressure to the plane of bedding is right angles. The stone masonry of finely dressed stones laid in cement or lime is ashlar masonry. And the process of filling hollow spaces of walls before plastering is known as dubbing out. The stone blocks approximately triangular in shape used as steps are known as the spandrel steps. The last question. A concrete structure is set on fire and the temperature rises to 1000 degrees Celsius. The strength of concrete as compared to original strength reduces to, the answer is 20%. So, thank you.